ഗൈസ്, അങ്ങനെ കാത്തിരിപ്പിന് അവസാനം ഐ ആം ഗെയിമിൻ്റെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ഞാൻ ഇന്ന് ചെയ്യാൻ പോവുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ഇന്ന് ഒഫീഷ്യലി 6 മണിക്ക് ഇപ്പോൾ റിലീസാവുകയാണ്. ഇപ്പോൾ സമയം 4:27. ഇനിയൊരു 3 മിനിറ്റ്. ഞാനിവിടെ ജോർജിയയിലായതുകൊണ്ട് എനിക്ക് 1.5 മണിക്കൂർ ടൈം ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് റിയാക്ഷൻ ചെയ്യുമ്പോൾ 1.5 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അത് കാരണം എനിക്കിവിടെ 4:27 ആയതേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇപ്പം തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ ട്രെയിലർ വരും. ഒരു മിനിറ്റുകൾക്കുള്ളിൽ ട്രെയിലർ വരും. അപ്പോൾ നമുക്ക് റിയാക്ഷൻ ചെയ്യാം. ഇത് നഹാസ് ഹിദായത്താണ് സംവിധാനം ചെയ്യുന്നത്. പിന്നെ അന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ട്രെയിലറും വന്നില്ല, ഒരു ഒന്നും വന്നിട്ടില്ല. അന്ന് നമ്മളെല്ലാവരും ചതിച്ച് ദുൽഖർ എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഒഫീഷ്യലി അവർ തന്നെ വിട്ടിട്ടുണ്ട്. വെയർഫെയർ ഫിലിംസിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഉണ്ട് ഇന്ന് 6 മണിക്ക്. പിന്നെ ദുൽഖറിൻ്റെ യൂട്യൂബ് പേജിലും വന്നിട്ടുണ്ട്. അപ്പം അതിതാ ഇങ്ങനെ തന്നെ കിടപ്പുണ്ട്. ദുൽഖർ ഫസ്റ്റ് ഇതിൽ തന്നെ ട്രെയിലർ 6 മണിക്ക് എന്ന് ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ടൈം ആയതുകൊണ്ട് 4:30. അപ്പോൾ വെയിറ്റിംഗ് ആണ്. നമുക്ക് നോക്കാം. അപ്കമിങ് എന്നാണ് കിടക്കുന്നത്. ബാക്കിയെല്ലാം ഇനി കണ്ടതിന് അറിയാതെ മലയാളം എല്ലാം ഉണ്ട്. ഇന്നെന്തായാലും എനിക്ക് തോന്നുന്നു ഒരു അടിപൊളി അഡാർ ഐറ്റത്തിന് നമുക്ക് കാണാം. ഇതിലെ വ്യത്യസ്തമായ ഒരു രൂപത്തിലാണ്, നമ്മളെ ലുക്കിലാണ്, മോസ്റ്റ് സ്റ്റൈലിഷ് ലുക്കിലാണ് ദുൽഖർ വരാൻ പോകുന്നത്. ഇതിൻ്റെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ദുൽഖർ മലയാളത്തിൽ അഭിനയിക്കാൻ പോവുകയാണ്. അപ്പോൾ അത്ര ഹൈപ്പുണ്ട്. ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ നമുക്ക് ട്രെയിലർ കണ്ടിട്ട് ബാക്കി ആ സമയത്ത് റിയാക്ഷൻ ചെയ്യാം. ഇപ്പോൾ ഒരു 2 മിനിറ്റിൽ വരും. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അത് വരുമ്പോഴേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. പടം ഇറങ്ങുന്നത് ഓഗസ്റ്റ് 20 പിന്നെ കയാതു ലോഹറുണ്ട്. പിന്നെ അങ്ങനത്തെ കുറേ ആൾക്കാരുകളുണ്ട്. ആൻ്റണി പെപ്പയുണ്ട്. വില്ലനായിട്ടാണോ അതോ കൂടെയാണോ? വില്ലനായൊക്കെയാണ് കേട്ടത്. ഇനി നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഒരു അടിപൊളി അഡാർ ഐറ്റം തന്നെ ആയിരിക്കും. ജേക്സ് ബിജോയാണ് മ്യൂസിക്. അത് മിക്കവാറും തകർക്കും എന്നാണ് തോന്നുന്നത്. ഇത് ഒരു വമ്പൻ ട്രെയിലർ ആവാൻ ചാൻസ് ഉണ്ട്. ആദ്യം നമുക്കൊന്ന് ഫുള്ള് കാണാം. എന്തായാലും ട്രെയിലർ വരുമ്പോൾ ഞാൻ നേരെ റിയാക്ഷനായിട്ട് ആ സമയത്ത് ഇവിടെ വരുന്നതാണ് ഗായ്സ്. അപ്പോൾ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ റിയാക്ഷനിലോട്ട് പോവാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യം പ്രീമിയർ ഇപ്പം നടക്കുകയാണ്. അപ്പം തന്നെ നമുക്ക് കാണാം. എല്ലാം നമുക്ക് കണ്ട് പൊളിക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, കുറച്ച് ആഡുണ്ട്. അത് കഴിഞ്ഞാൽ സാധനം വരും. എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു അടിപൊളി അഡാർ ഐറ്റം ആവാനാണ് ചാൻസ് കൂടുതൽ. ഇപ്പം 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞോടെ നമുക്ക് റിയാക്ഷൻ ചെയ്യാം. ഓക്കെ മോനെ, പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താ ഡയലോഗ്. മനുഷ്യരാശിയോളം തന്നെ പഴക്കമുണ്ട് ഗാംബ്ലിംഗിന്റെ ചരിത്രത്തിൽ. ഗാംബ്ലിംഗ് സ്റ്റോറിയാണ്. ചിലർ വീഴും. കിടപ്പാടം നഷ്ടപ്പെട്ട ദരിദ്രൻ മുതൽ മോനെ, തോൽക്കുന്നവരാരും തിരിച്ചറിയാത്തവരെ ഗാംബ്ലിംഗിന്റെ ഏറ്റവും വലിയ സീക്രട്ട്. അവരെല്ലാം വിശ്വസിക്കുന്നത് ലക്കിലാണ്. പ്യുവർ ആൽഗോരിതം. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് മുതൽ മൾട്ടി ബില്യനേഴ്സ് അടക്കം മൊത്തം ആളുകൾ ഇവിടുത്തെ പ്ലേയേഴ്സ്. ഇവിടെ പലതരം ബെറ്റിംഗ് ഉണ്ട്. സ്പോർട്സ് ബെറ്റിംഗ് അത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. എൻട്രി മോനെ. ഡാൻ ജോൺ ആയിട്ടാണ് ദുൽഖർ സൽമാൻ പറഞ്ഞത്. Oh my god. First batting, first inning score, final wicket. മോനെ, രക്ഷയില്ല. അഭിനയം. Doctor, I need your help. കയാതുലോ. ഞാൻ തന്നെ ഒരു പേഷ്യന്റ് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ജസ്റ്റ് എ പേഷ്യന്റ്. മോനെ, ജാക്സ് വിജയ് തകർത്തു.
Psychiatric pop you think I'm mad? I'm that emotional fool. ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്. Never give up. Never give. I'm gonna settle everyone. വിഷ്വൽസ് മോനെ. Cheers. അതിട്ട് എല്ലാം പൊളിക്കും മോനെ. I am game. ரொம்ப போட்டு கன்ஃபியூஸ் பண்ணிக்காத. This is just a freaking entertainment. നഹാസ് ഹിദായത്ത് എന്റർടൈൻമെന്റ് മോനെ. ബീറ്റ് മിസ്കിൻ. ஏண்டா மயக்கம் வருதா? മോനെ. തകർത്ത് ഇൻ സിനിമാസ് ഓഗസ്റ്റ് 20. മോനെ ഒരു രക്ഷയില്ല, തകർത്തിട്ടുണ്ട് ഇത്. ഒരു രക്ഷയില്ലാത്ത ഒരു ഇതായിപ്പോയി കേട്ടോ. ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ പ്രീമിയറാണ് നമ്മൾ കൂടെ ഇരുന്ന് കണ്ടത്. മോനെ അടാർ ഐറ്റം, ഒന്നും പറയാനില്ല. ജെക്സ് ജോയ് കത്തിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ഇങ്ങനെയും കത്തിക്കാവോ? അമ്മാതിരി രീതി കത്തിച്ച് വെച്ചിട്ടുണ്ട് ജെക്സ് ജോയ് മ്യൂസിക്കിൽ. പിന്നെ വിഷ്വൽസ് പറയാനൊന്നുമില്ല. സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ചമൻ ചാക്കോ എൻ്റെ മോനെ തകർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എഡിറ്റിംഗ്. പിന്നെ ഇതൊരു വ്യത്യസ്തമായ ഇതാണ്, ഒരു ഫിലിമാണ്. അത് ആൾക്കാരെങ്ങനെ അംഗീകരിക്കും അതേപോലെ ഇരിക്കും. ക്രിക്കറ്റ് പരമായിട്ടുള്ള ഒരു ഗാംബ്ലിങ്ങും അല്ലാത്ത രീതിയിലുള്ള ഒരു ഗാംബ്ലിങ്ങും, അങ്ങനത്തെ ഒരു ഡിഫറൻറ്റ് വൺ സ്റ്റൈലിഷ് ലുക്ക്. ദുൽഖർ ഒരു രക്ഷയില്ലാത്ത ലുക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ട്രെയിലറിൽ കാണിക്കുന്നത് പുള്ളിക്കാരൻ എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. കയാദ് ലോഹർ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അറിഞ്ഞൂടാ. ബാക്കി ഇനി സിനിമ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവും. ഇതുവരെ തകർത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഇത് ഒരു രക്ഷയില്ലാത്ത ഒരു ഐറ്റം ആവാനാണ് ചാൻസ് കൂടുതൽ. ബാക്കി നമുക്ക് തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് കാണാം, എന്നിട്ട് നമുക്ക് ആഘോഷിക്കാം. സംഭവം എനിക്ക് തോന്നുന്നു ഇത് കത്തിക്കും. ഇപ്പം നമുക്ക് ട്രെയിലർ മിനിറ്റ് എന്ന് പറയുന്നത് 2 മിനിറ്റും 57 സെക്കൻഡുമാണ് ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. പക്ഷേ ഇത് തന്നെ കത്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു വമ്പൻ അടാർ ഐറ്റം ആവട്ടെ തിയേറ്ററിൽ. ഡിക്യുൻ്റെ ലുക്ക് എടുത്ത് പറയണം. വിനയ് ഫോർട്ടിൻ്റെ ആ ഒരു നറേഷൻ പൊളിയാണ്. ആദ്യം ദുൽഖർ പറയുന്ന നറേഷൻ ട്രെയിലറിൽ ഒരു രക്ഷയില്ല. പിന്നെ സിനിമാറ്റോഗ്രാഫി എല്ലാം പൊളിയാണ്. VFX എല്ലാം നല്ല രീതിയിൽ തന്നെ മികച്ച് നിൽക്കുകയാണ്. ബാക്കിയൊക്കെ ഇനി നമുക്ക് സിനിമ വരുമ്പോൾ ബാക്കി കാണാം. അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഒരു രക്ഷയില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെ പോട്ട്. ഒരു കംബാക്കിനെ വരട്ടെ. ഇത് ദുൽഖർ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിനി ദുൽഖറിനെ മലയാളത്തിൽ കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു നിരാശ തന്നെയാണ് എപ്പോഴും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു കംബാക്ക് തന്നെ ആവട്ടെ. കിങ് ഓഫ് കോപ്തേന്ന് പോയതാണ് നമ്മൾ ദുൽഖർ, ഇതുവരെ പിന്നെ അതിന് ശേഷം ഇല്ല. അതുകൊണ്ട് ഇതിലൊക്കെ വരട്ടെ, എന്നാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. നോക്കാം, അല്ലാതെ ഇപ്പോൾ എന്ത് പറയാൻ. വെയിറ്റ് ചെയ്യാം. ഓഗസ്റ്റ് 20-നാണ് ഓണം റിലീസായിട്ടാണ് വരുന്നത്. പിന്നെ ഖലീഫയുണ്ട്, ബദ്ലഹേം കുടുംബയുണ്ട്. ഇത് അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്നതാണ് തോന്നുന്നത്. നമുക്ക് ഖലീഫ ഇനി തകർക്കാനുള്ള ഐറ്റം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്കിനി കണ്ടു തന്നെ അറിയാം. എന്തായാലും നല്ലൊരു പടമാവട്ടെ. മ്യൂസിക് എല്ലാം തകർത്തിട്ടുണ്ട്. ബാക്കി അതിൽ കാണിച്ചിരിക്കുന്നത് ലാസ്റ്റ് ഒരു മിസ്കിൻ്റെ സീനുണ്ട്, അതും വരെ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു വമ്പൻ ഐറ്റം ആവും. നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇതേപോലത്തെ ഒരു പടം ഇനി ദുൽഖറിൻ്റെ ഇനി വരണമെങ്കിൽ ഇനി കുറച്ച് കാത്തിരിക്കണം. നല്ല സ്റ്റൈല്, ഒരു രക്ഷയില്ല. ഒരു ഗാമ്പിളിങ് പരിപാടിയാണ്. ബാക്കിയൊക്കെ ഇനി നമുക്ക് ബാക്കി കാണുമ്പോഴേ മനസ്സിലാവും. ഇതിപ്പോൾ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത് വിനയ് ഫോർട്ട്. പെപ്പേനെ കാണിച്ചില്ല എന്ന് തോന്നുന്നു. പെപ്പേനെ കണ്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം കാണിച്ചാന്ന് അറിഞ്ഞൂടാ. അത് വില്ലനായതുകൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ തന്നെയാണ്. പിന്നെ പാൻ ഇന്ത്യൻ മൂവിയാണ്. മലയാളം, തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ എല്ലാ ഭാഷയിലും ഇറങ്ങുന്നുണ്ട്. അപ്പം അത്ര ഒരു ഹൈപ്പിൽ വരണ മൂവിയാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എല്ലാവരും കാത്തിരിക്കൂ. തിയേറ്ററിൽ എന്താവുമെന്ന് നമുക്ക് കണ്ടു അറിയാം. ഇവിടെ ഞാൻ എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യും, പോകണം. എന്നിട്ട് അന്ന് നമുക്ക് റിവ്യൂ ഇടാം. ഇനിയിപ്പോൾ ഓരോ ഐറ്റങ്ങൾ വരും. എന്തായാലും നഹാസ് ഹിദായത്ത് RDXലൊരു പൊളിച്ചതാണ്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. നമുക്കങ്ങനെ ഹോപ്പുണ്ട്.
അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ട്രെയിലർ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ആൻ്റണി പെപ്പെ ആരെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ഇരുന്ന് ഇനി ഒന്ന് കാണണം. അപ്പോൾ എനിക്ക് എന്തായാലും പേഴ്സണലി അടിപൊളിയായിട്ടാണ് തോന്നിയ, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓൺ ആക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.